നമ്മളിത് എൻ്റെ അനിയത്തി പറഞ്ഞ് ഇന്നെൻ്റെ ഒരു മിക്കി മൗസിൻ്റെ സെറ്റാട്ടോ വാങ്ങിക്കണേ. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ ഗൈസ്? അപ്പോൾ നമുക്കിത് നോക്കാട്ടോ സാധനങ്ങൾ ഗൈസ്. അപ്പോൾ നമ്മളുടെ സാധനങ്ങൾ നോക്കുകയാണ്. ഇവിടെ എൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ, നല്ല ക്യൂട്ട് കുട്ടിയവൾ. കണ്ടോ കണ്ടോ? അപ്പോൾ നമുക്ക് എന്തായാലും സാധനങ്ങൾ നോക്കാം. ഇത് ആദ്യമാണ് നമ്മൾ നോക്കുന്നത് മിക്കി മൗസിൻ്റെ സംഭവങ്ങളാട്ടോ. മിക്കി മൗസിൻ്റെ സാധനങ്ങളാണ്. മിക്കിയുടെ ക്രയോൺ ആട്ടോ നോട്ടെ, വാക്സ് ക്രയോൺ ആട്ടോ. 12 ഷെയ്ഡിലെ മിക്കി മൗസിൻ്റെ ക്രയോൺസ് ആട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സാധനം നോക്കിയാലോ ഗായ്സ്? അടുത്ത് നമ്മളിത് നോക്കുന്നത് മിക്കി മൗസിൻ്റെ മിനീസ് സ്കെച്ച് പെൻസ് ആട്ടോ. നോക്ക്, ഇതിലും 12 ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം നോക്കിയാലോ ഗൈസ്? നെക്സ്റ്റ് ഐറ്റം നമ്മുടെ ഗ്ലിറ്റർ പേനയും പിന്നെ ഒരു പെർഫെക്റ്റ് ലൈനർ കണ്ടിട്ടില്ലേ ഗൈസ്? മറ്റേ മാർക്കർ, ഈ ലൈനിങ്ങിന് ഔട്ട്ലൈനിങ്ങിനുള്ളത്. പിന്നെ 2 ഗ്ലിറ്റർ പേനയാട്ടോ നമുക്ക് പിന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സാധനം നോക്കിയാലോ ഗൈസ്? നമ്മളിനി അടുത്തത് നോക്കുന്നത് ഇത് മിക്കി മൗസിൻ്റെ മിനി വാക്സ് ക്രയോൺ ആട്ടോ. വളരെ സോറി ഗൈസ്, മിനി വാക്സ് ക്രയോൺ അല്ല, മിനി കളർ പെൻസിലാണ്. അപ്പോൾ ഇതും 12 മിക്ക സാധനങ്ങളും ഇതിൽ 12 ഷെയ്ഡ്സ് തന്നെയാണ് വരുന്നത്. അത് കളറിങ് സെറ്റ് എല്ലാം നമുക്ക് 12 ഷെയ്ഡ്സിനാണ് വരുന്നത്. ഇത്രയും കേട്ടോ എൻ്റെ വലിപ്പം ഗൈസ്, മിനിയാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് അടുത്ത സാധനം നോക്കിയാലോ ഗൈസ്? നമ്മൾ നോക്കേണ്ട അടുത്തത് മിക്കി മൗസിൻ്റെ ക്രിയേറ്റീവ് ഓയിൽ പാസ്റ്റൽ ആട്ടോ. നോക്കൂ ഗൈസ്, ഇതും 12 ഷെയ്ഡാണ്, പക്ഷേ സ്മൂത്ത് കളേഴ്സ് ആട്ടോ. ഇത് നമ്മൾ ഇന്നേരം ഉപയോഗിച്ചിട്ടില്ല, കുറേ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ അല്ലാതെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, കുറേ എല്ലാവരുടെയും റിവ്യൂലൊക്കെ നല്ല സ്മൂത്ത് കളേഴ്സിനാണ്. അപ്പോൾ നമുക്ക് അടുത്ത സാധനം നോക്കിയാലോ ഗൈസ്? വേഗം ഗൈസ്, അടുത്ത് നമ്മൾ നോക്കുന്നത് 2 പെൻസിലാട്ടോ നമുക്ക് വരുന്നത്. 2 പെൻസിലും മിക്കിയുടെ 2 പെൻസിലും ഒരു ഷാർപ്പ്നറും ഉണ്ട്. പെൻസിലിൽ തന്നെ നമുക്കിത് ഒരു റബ്ബർ വരുന്നുണ്ട് കേട്ടോ. എക്സ്റ്റേണൽ റബ്ബർ മുകളിൽ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ ഗൈസ്? ഇത് ഏതോ കളർ വെച്ചാൽ നീല കളറുള്ളതാണ്. ഇത് 2 എണ്ണമാണ് വരുന്നത്. പിന്നെ ഒരു കട്ടറും ഒരു റബ്ബറും വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ റബ്ബർ കാണിച്ചു തരാം. ഉണ്ടോ ഗൈസ്? ഇവിടെ ഒരു സംഭവം നോക്കൂ, ഇവിടെ ഒരു സംഭവം ഉണ്ടോ? ആ റബ്ബറാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സാധനം നോക്കിയാലോ? വേഗം ഗൈസ്, അടുത്ത് നമ്മൾ നോക്കുന്നത് മിക്കി മൗസിൻ്റെ 30 സെൻറ്റിമീറ്ററുള്ള സ്കെയിലാണ്. ഇതും ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ, ചെറിയ സ്കെയിലില്ല, വലിയ സ്കെയിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സാധനം നോക്കാം ഗൈസ്. അടുത്ത് നമ്മൾ നോക്കുന്നത് മിക്കി മൗസിൻ്റെ കളറിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് മിക്കി മൗസിൻ്റെ ഡ്രോയിങ് ബുക്ക്. ഇതിൽ ഗൈസ് നോക്കൂ, ഞാൻ സംഭവം കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഇതിൽ ആദ്യം നമുക്ക് ആ ഫസ്റ്റ് പേജ് നോക്കുകയാണെങ്കിൽ ലൈറ്റും ഷെയ്ഡും 3D ഒക്കെ വരയ്ക്കാനുള്ളതാണ് നമുക്ക് ആദ്യം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഗൈസ് ഇത് കാണാം കേട്ടോ, കണ്ടോ? ഈ വക നോർമൽ പേപ്പറിലാണ്. ലാസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ മിക്കിക്ക് കളർ കൊടുക്കാനുണ്ടാവും. ഒരു ചട്ടയിൽ കുറച്ച് മിക്കിയും ഫ്രണ്ട്സിനും കളർ കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.